പുതിയ DC യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമയായിരുന്ന കഴിഞ്ഞ വർഷത്തെ സൂപ്പർമാൻ ഒരു ഒറിജിൻ സ്റ്റോറി എന്ന രീതിയിലായിരുന്നില്ല ഉണ്ടാക്കിയത്. ഇതിനു മുന്നേ വന്നിട്ടുള്ള എല്ലാ സൂപ്പർമാൻ ഫ്രാഞ്ചൈസുകളും ഒറിജിൻ സ്റ്റോറി പരിപാടി ചെയ്തതുകൊണ്ട് അതിൽ നിന്നും മാറ്റിപ്പിടിച്ചുകൊണ്ട് സൂപ്പർമാൻ ഓൾറെഡി ഒരു വലിയ സംഭവമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ലോകമായിരുന്നു ആ പടം നമുക്ക് കാണിച്ചു തന്നത്. ഈ യൂണിവേഴ്സിലെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള സൂപ്പർ ഗേളിലേക്ക് വരുമ്പോൾ ഈ ഒരു കഥാപാത്രത്തെ അധികമൊന്നും സിനിമകളിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഈ പടത്തെ ഒരു ഒറിജിൻ സ്റ്റോറിയുടെ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഇതിന്റെ മേക്കേഴ്സിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അന നൊഗ്വേര രചനയും ക്രെയ്ഗ് ഗില്ലസ്പി സംവിധാനവും ചെയ്തിട്ടുള്ള സൂപ്പർ ഗേളിന് ഒരു ഇമോഷണൽ ഗ്രിപ്പ് എവിടെയും കിട്ടുന്നില്ല. ഒരു താന്തോന്നി സ്വഭാവമുള്ള കേന്ദ്ര കഥാപാത്രത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ത്രൂ ഔട്ട് പിടിക്കാൻ നോക്കുന്ന ഈ പടം ജെയിംസ് ഗൺ ഡിസൈൻ ചെയ്യുന്ന വലിയ യൂണിവേഴ്സിലേക്ക് യാതൊരുവിധ കോൺട്രിബ്യൂഷനും കൊടുക്കാത്ത ഒരു സ്റ്റോറിയായിട്ട് ഒതുങ്ങുകയാണ്. കാര എന്ന സൂപ്പർ ഗേൾ എത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണെന്ന് കഴിഞ്ഞ വർഷത്തെ സൂപ്പർമാനിലുള്ള ഒരു ക്യാമിയോ അപ്പിയറൻസിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. ഈ പടത്തിലേക്ക് വരുമ്പോൾ തന്റെ 23ാം പിറന്നാൾ ആഘോഷിക്കാൻ സ്വന്തം വളർത്തുനായായിട്ടുള്ള ക്രിപ്റ്റോയുടെ കൂടെ ഓരോ പ്ലാനറ്റുകളിലേക്ക് പോവുകയാണ് കാര. അങ്ങനെയുള്ള ഒരു യാത്രയിൽ സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ട് അവരെ കൊന്നയാളോട് പ്രതികാരം ചെയ്യാൻ നോക്കുന്ന റൂത്തി എന്നൊരു പെൺകുട്ടിയെ കാര കണ്ടുമുട്ടുന്നു. ഇത് തന്റെ പണിയല്ല എന്ന മട്ടിൽ ആ കുട്ടിയെ കാര ഇഗ്നോർ ചെയ്യുമെങ്കിലും കളി ലേശം സീരിയസ് ആയിട്ട് അത് ക്രിപ്റ്റോയുടെ ജീവനെ വരെ ബാധിക്കുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ കാര ഗോതയിൽ ഇറങ്ങാൻ തീരുമാനിക്കും. ക്രിപ്റ്റോയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നായിക നടത്തുന്ന ശ്രമങ്ങളാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷം വന്ന സൂപ്പർമാൻ ആയിക്കോട്ടെ, വളരെ കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ സൂപ്പർ ഹീറോ സിനിമകളെ വിഷ്വലി ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടി DC യൂണിവേഴ്സിന്റെ നിലവിലെ തലവനായിട്ടുള്ള ജെയിംസ് ഗണ്ണിനുണ്ട്. സമാനമായൊരു വിഷ്വൽ ലാംഗ്വേജ് സൂപ്പർ ഗേളിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ പടത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സെൻസിബിലിറ്റി ഈ സിനിമയ്ക്ക് ഒരു ലിമിറ്റേഷൻ ആകുന്നുണ്ട്. ഈ പടത്തിന്റെ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഡ്പൂളും ജോൺ വിക്കും കൂടി മിക്സ് ചെയ്തതുപോലത്തെ ഒരു ഫീലാണ്. അതായത് ഡെഡ്പൂളിന്റെ ആറ്റിറ്റ്യൂഡുള്ള നായികയും ആ നായികയെ ട്രിഗർ ചെയ്യാൻ നായക്ക് എന്തെങ്കിലും പറ്റുക എന്ന് പറയുന്ന ഒരു ഇമോഷണൽ എലമെന്റും ഈ പടത്തിലുണ്ട്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കാരയെ സൂപ്പർ ഗേൾ കോസ്റ്റ്യൂമിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ സ്ലോ മോഷൻ ആക്ഷൻ സീനുകളും ഹീറ്റ് വിഷനും ഒക്കെ ഒരു സൂപ്പർ ഹീറോ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്പെക്ടക്കിൾ പരിപാടി ഉണ്ടാക്കിയെടുക്കാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പോയിന്റ് വരെ എത്താൻ ഒട്ടും എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാത്ത പല ട്രാക്കുകളിലൂടെയുമാണ് പടം പോകുന്നത്. കഥയിൽ കാര്യമായിട്ട് ഡെവലപ്മെന്റുകളൊന്നും നടക്കുന്നില്ല എന്നത് തന്നെയാണ് ഒരു പ്രധാന പോരായ്മ. ഒന്നിലും ഒരു താല്പര്യമില്ലാതെ എല്ലാത്തിൽ നിന്നും മാറി നടക്കുന്ന ഒരു സെൻട്രൽ ക്യാരക്ടറിനെയാണ് നമ്മൾ കാണുന്നത്. പടം തീരുമ്പോഴേക്കും അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നു എന്നും പടം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ റൂത്തി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ചില ഇമോഷണൽ ലെയറുകളൊക്കെ അവിടെ ഇടുന്നുണ്ടെങ്കിലും അതെല്ലാം കാരയെ ഏത് രീതിയിൽ മാറ്റുന്നു എന്നതൊന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. പിന്നെ സീനുകളെല്ലാം ഫണ്ണിയാക്കാൻ നിരന്തരമായ ഒരു ശ്രമം കാണാം. വലിയ സ്കെയിലിൽ വരുന്ന സൂപ്പർ ഹീറോ സിനിമകളിൽ കോമഡി സീനുകൾ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ സിനിമയെ എന്റർടൈനിങ് ആക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എന്നാൽ ഓരോ 15 മിനിറ്റിലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചിരിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമോഷണൽ സംഗതികളുടെ സ്പേസ് ആണ് ഇത്തരത്തിലുള്ള തമാശകൾ ഹൈജാക്ക് ചെയ്യുന്നത്. സൂപ്പർ ഗേൾ ആയിട്ട് വന്നിട്ടുള്ളത് മിലി ആൽകോക്ക് ആണ്. ലേശം റെബൽ എനർജിയുള്ള ഈ ക്യാരക്ടറിനെ കൺവിൻസിംഗ് ആയിട്ട് പുള്ളിക്കാരി അവതരിപ്പിക്കുന്നുണ്ട്. ഒരു സൂപ്പർ ഹീറോ ആകാൻ വേണ്ട സ്വാഗർ ഒക്കെ പുള്ളിക്കാരിയുടെ പെർഫോമൻസിലുണ്ട്. ഭാവിയിൽ ഈ യൂണിവേഴ്സിൽ വരുന്ന സിനിമകളിൽ കുറച്ചുകൂടെ നല്ല പ്രകടനത്തിനുള്ള സ്പേസ് ലഭിക്കുമായിരിക്കും. വോയിസ് ആക്ടർ ആയിട്ടുള്ള ഈവ് റിഡ്ലിയുടെ ആക്ടിംഗ് ഡെബ്യൂ ആണ് ഈ പടം. റൂത്തി എന്ന ക്യാരക്ടറിനെയാണ് പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത്. ആ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതരം നിഷ്കളങ്കതയുണ്ട്. അത് സ്ക്രീനിൽ കൊണ്ടുവരാൻ ഈവിന്റെ പെർഫോമൻസിന് സാധിക്കുന്നുണ്ട്. മത്തിയാസ് ഷൊണാട്സ് ആണ് വില്ലൻ ആയിട്ടുള്ള ക്രമ്മിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മേക്കപ്പിൽ മുങ്ങിക്കിടക്കുന്ന വളരെ വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ഡേവിഡ് ക്രോണൻസ്വെറ്റ് സൂപ്പർമാൻ ആയിട്ട് 1-2 സീനുകളിൽ വരുന്നുണ്ട്. പഴയ DCയിൽ അക്വാമാൻ ആയിരുന്ന ജെയ്സൺ മൊമോവ പുതിയ DCയിൽ ലോബോ എന്ന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഫൺ എലമെന്റ് കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്തിട്ടുള്ള റോൾ ആണെങ്കിലും വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് സിനിമയ്ക്ക് എന്തെങ്കിലും ജീവൻ കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് എഴുതിയുണ്ടാക്കിയ റോൾ പോലെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിനെ കാണാൻ. അടുത്ത കൊല്ലം ജൂലൈ ആകുമ്പോൾ മാൻ ഓഫ് ടുമോറോ എന്ന പേരിൽ അടുത്ത സൂപ്പർമാൻ സിനിമ വരുന്നുണ്ട്. അതിലൊരു പക്ഷേ സൂപ്പർ ഗേളിന് നിർണായകമായിട്ടുള്ള ഒരു റോൾ ഉണ്ടായേക്കാം. അതുവരെയുള്ള സമയം ആളുകൾ DCU മറന്നു പോകാതിരിക്കാൻ വേണ്ടി ജെയിംസ് ഗൺ അപ്രൂവൽ കൊടുത്ത ഒരു പടം പോലെയാണ് സൂപ്പർ ഗേൾ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ കാണുന്ന സംഗതികളൊന്നും ഈ ഒരു യൂണിവേഴ്സിന്റെ ബിൽഡിങ്ങിലേക്ക് എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ തോന്നുന്നില്ല. ഡള്ളായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൂടിയാകുമ്പോൾ എന്റർടൈൻമെന്റ് അങ്ങോട്ട് ഇല്ലാതാകുകയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സൂപ്പർമാൻ എന്ന പടം മികച്ച രീതിയിൽ ഏജ് ചെയ്തു എന്നൊരു വാദം എനിക്കില്ല. പക്ഷെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ടെംപ്ലേറ്റിൽ നിന്ന് ആ സിനിമയ്ക്ക് ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. പോരാത്തതിന് ഒരു സൂപ്പർ ഹീറോ സിനിമ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്റർടൈനിങ് എലമെന്റുകൾ ആ പടത്തിൽ കൃത്യമായ ഇടവേളകളിൽ ഉണ്ടായിരുന്നു. ആ സിനിമയിലെ ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള പല സംഗതികളിൽ ഒന്നായിരുന്നു അവസാനം കാണിച്ച സൂപ്പർ ഗേളിന്റെ എൻട്രി. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ ബേസ് ചെയ്ത് ഒരു സ്റ്റാൻഡലോൺ സിനിമ എടുത്തപ്പോൾ അതൊരു ബോറം പടമായി പോയി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്